നമസ്കാരം, നവമി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ താരത്തെ കണ്ടല്ലോ അല്ലേ, നല്ല പെടയ്ക്കണ ചെമ്മീനാണ്. നമ്മൾ ഇതുകൊണ്ട് നല്ല അടിപൊളി ഒരു ചെമ്മീൻ റോസ്റ്റാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ചെമ്മീൻ ഇവിടെ തൊണ്ടെല്ലാം കളഞ്ഞ് അതിൻ്റെ ഞരമ്പെല്ലാം കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് 1/2 കിലോ ചെമ്മീനുണ്ട്. നമുക്ക് ആദ്യം ചെമ്മീൻ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, ഒരു പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, പിന്നെ തേങ്ങാക്കൊത്ത്, അതൊരു 1/4 കപ്പോളം തേങ്ങാക്കൊത്തുണ്ട്, അതും പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ടിത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം, ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്ത ശേഷം നമുക്കിത് വേവിക്കാൻ വയ്ക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം വേവിക്കാൻ വയ്ക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ മസാലയ്ക്ക് വേണ്ട സാധനങ്ങൾ പരിചയപ്പെടാം. ഇതൊരു 3 സവാള എടുത്തിട്ടുണ്ട്. ഇടത്തരം സവാളയാണ്, ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തതാണ്. പിന്നെ വേണ്ടത് ചെറിയുള്ളി, ഒരു 10 അല്ലിയോളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. 10 അല്ലി വെളുത്തുള്ളി ചതച്ചത്. പിന്നെ വേണ്ടത് ഒരു പച്ചമുളക്, കറിവേപ്പില. പിന്നെ നമുക്ക് വേണ്ടത് തക്കാളിയാണ്. ഇതൊരു മീഡിയം സൈസുള്ള തക്കാളിയാണ്, അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതാണ് മസാലയ്ക്ക് ആവശ്യമുള്ള ചേരുവകൾ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ വെന്ത് വരണുണ്ട്. ഇനി വെള്ളം വറ്റി കഴിയുമ്പോഴത്തേക്കും ചെമ്മീൻ നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടും. മൂടി വെച്ച് തന്നെ വേവിച്ചെടുക്കാം. ചെമ്മീൻ അധികം വേവില്ല, ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ചെമ്മീൻ നല്ല പോലെ വെന്ത് കിട്ടും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മസാല തയ്യാറാക്കാനുള്ള പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം. ഇത് തീയിൽ നിന്ന് മാറ്റാം. ഈ പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചെമ്മീൻ റോസ്റ്റിന് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം, എന്നാൽ മാത്രമേ നല്ല സ്വാദ് കിട്ടുള്ളൂ. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം, ഇഞ്ചിയും ചേർക്കാം. ഇത് രണ്ടും പച്ചമണം അതിൻ്റെ ഒരു പച്ചച്ചുവ മാറുന്ന വരെ ഒന്ന് വാട്ടിയെടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറിയുള്ളി ആദ്യം ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ ചെറിയുള്ളി ആദ്യം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് വാടി വരട്ടെ. ഇതിപ്പോൾ ഒന്ന് ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി സവാള പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. സവാള ചെറിയ തീയിലിട്ട് തന്നെ നല്ലപോലെ വാട്ടിയെടുക്കണം. ഇതിപ്പോൾ ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ സവാള നല്ലപോലെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുക. തീ കുറച്ച് വയ്ക്കുക. അതിലേക്ക് ആദ്യം 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തു. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടിയുടെ എരിവെല്ലാം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ഞാനിവിടെ സാധാരണ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. നിറം കൂടുതൽ ആവശ്യം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് തീ ലോ ഫ്ലെയിമിലിട്ട് നല്ല പോലെ പച്ചച്ചുവ മാറുന്ന വരെ വാട്ടിയെടുക്കാം.
ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും. ഇനി എല്ലാ പൊടികളും കൂടെ നല്ലപോലെ യോജിപ്പിക്കാം. ഇവിടെ ഇപ്പോൾ നല്ലപോലെ ആയിട്ടുണ്ട്. മസാല എല്ലാം നന്നായി കോട്ടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് മൂടി വയ്ക്കാം. ഇപ്പോൾ കുറച്ച് സമയമായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ തക്കാളിയെല്ലാം നല്ലപോലെ വെന്തുടഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മസാല പാകമായിട്ടുണ്ട്. ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് പോരായ്ക്ക് തോന്നുവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 കപ്പോളം ചൂടുവെള്ളമാണ്. അതും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ നല്ലപോലെ മസാല ഗ്രേവി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചേക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാല ഈ ചെമ്മീനെല്ലാം നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടിനി ഇത് മൂടി വെച്ച് ചെറിയ തീയിലിട്ട് നമുക്കിതൊന്ന് റോസ്റ്റാക്കി എടുക്കണം. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. അവസാനമായിട്ട് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത ശേഷം നമുക്കിത് മൂടി വയ്ക്കണം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. ഇതിപ്പം ചോറിൻ്റെ ഒപ്പമൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായി ബെൽ ബട്ടൺ മറക്കാതെ പ്രസ് ചെയ്യുക. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.